സത്യവിശ്വാസം ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണിത്. എന്താണ് സത്യവിശ്വാസം എന്ന് 100 പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എങ്കിലും ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. സത്യവിശ്വാസം ഒരു സിംഗിൾ ടാഗ് ലൈനിൽ പറയാം: മറിയം സംശയം കൂടാതെ ദൈവമാതാവാണ് എന്നുള്ളതാണ് സത്യവിശ്വാസം. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, സത്യവിശ്വാസം എന്നാൽ മറിയം സംശയം കൂടാതെ ദൈവമാതാവാണ് എന്നുള്ള ഏറ്റുപറച്ചിലാണ് സത്യവിശ്വാസം. ഈ സത്യവിശ്വാസത്തെ ഏറ്റവും ശക്തമായി ഘോഷിച്ചത് അന്ത്യോക്യയുടെ പാത്രിയർക്കീസായിരുന്ന സുറിയാനിക്കാരുടെ കിരീടവും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തോണും മൽപ്പാനുമായിരുന്ന വിശുദ്ധ സേവറിയോസ് ബാവയാണ്. ഈ വലിയ മർമ്മത്തെ ലിഖിത രൂപത്തിൽ ക്രമീകൃതമായ രീതിയിൽ അവതരിപ്പിച്ചത് അലക്സാണ്ട്രിയൻ പാത്രിയർക്കീസായിരുന്ന കൂറിലോസ് ആണ്. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ച ഉന്നത ഗോപുരമായ കൂറിലോസ് എന്ന് 5-ാം തുബദേനിൽ നാം അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു. അദ്ദേഹത്തെ തുടർന്ന് ഈ വിശ്വാസം ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ്. കാൽസിഡോണിയൻ പക്ഷക്കാർ എന്ന് പറയുന്ന ബൈസാന്റിയൻ രാജാക്കന്മാരുടെയും റോമൻ ചക്രവർത്തിയുടെയും ഉപജാപക വൃന്ദം ക്രിസ്തീയ സഭയെയും അതിന്റെ വിശ്വാസത്തെയും പിടിച്ചെടുക്കുവാൻ പരിശ്രമിച്ചപ്പോൾ സത്യവിശ്വാസത്തിന് വേണ്ടി നേരെ നിന്ന് രാജാവിന്റെ കോപത്തെ ഭയപ്പെടാതെ, ഭടന്മാരുടെ കയ്യിലെ മിന്നുന്ന വാളുകളെ കൂസാതെ, എതിർപ്പുകളുടെ മുമ്പിൽ പതറാതെ, ഭീഷണികളുടെ മുമ്പിൽ വശംവദനാകാതെ ധൈര്യത്തോടെ സത്യസുവിശേഷം പ്രസംഗിച്ചത് അന്ത്യോക്യയുടെ മോർ സേവേറിയോസ് ആണ്. അന്ത്യോക്യൻ പാത്രിയർക്കീസ് ആയിരുന്ന മോർ സേവേറിയസിനെ കൺഫ്രണ്ട് ചെയ്യിക്കുവാൻ കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസായിരുന്ന അന്തിമോസ് നിയോഗിതനായി. അന്തിമോസ് സേവേറിയോസുമായി കണ്ടുമുട്ടുമ്പോൾ സേവേറിയോസ് മറിയം ദൈവമാതാവാണ്, ഇതാണ് സത്യവിശ്വാസം, ഇതാണ് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ രഹസ്യമെന്ന് താൻ പരിശുദ്ധാത്മ പ്രേരിതനായി പറഞ്ഞപ്പോൾ രാജാവിന്റെ ചങ്ങാത്തവും ഉന്നതമായ സൗഹൃദങ്ങളും മറ്റു ബന്ധങ്ങളും സ്വാധീനവും, എന്തിനേറെ കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയർക്കീസ് എന്ന പദവി പോലും തനിക്ക് നഷ്ടമായേക്കാം എന്ന് ഉള്ള ഒരു അവസ്ഥയിൽ, കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയർക്കീസ് എന്ന പദവി പോലും തനിക്ക് നഷ്ടമായേക്കാം എന്നുള്ള ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ പോലും സത്യവിശ്വാസത്തെ താൻ സ്വീകരിച്ചു. അങ്ങനെ അന്തിമോസ് സേവേറിയോസ് പാത്രിയർക്കീസ് പറയുന്ന സത്യവിശ്വാസത്തെ ഏറ്റുപറഞ്ഞപ്പോൾ തങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയർക്കീസ് സ്ഥാനത്ത് നിന്ന് അന്തിമോസ് ഡീപ്പോസ് ചെയ്യപ്പെട്ടു. അദ്ദേഹം ഒളിവിൽ പോകേണ്ടതായിട്ട് വന്നു. ഭീഷണിയും പീഡനങ്ങളും അദ്ദേഹത്തെ പിന്തുടർന്നു. അദ്ദേഹത്തെയാണ് 5-ാം തുബ്ദേനിൽ നമ്മൾ അനുസ്മരിക്കുന്ന അന്തിമോസിന് വേണ്ടി. എന്താണ് ഈ അന്തിമോസ്? ആരാണ് ഈ അന്തിമോസ്? അപ്പോ എന്തെല്ലാം നഷ്ടങ്ങളാണ്? പള്ളികൾ നഷ്ടപ്പെട്ടു, പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ നഷ്ടപ്പെട്ടു, മൊണാസ്ട്രികൾ നഷ്ടപ്പെട്ടു, ജീവൻ നഷ്ടപ്പെട്ടു, സ്വത്തുക്കൾ. 6-ാം നൂറ്റാണ്ടിൽ സുറിയാനിക്കാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമായിരുന്നു. ഇന്നിപ്പോ പള്ളികൾ പോയി എന്ന് പറഞ്ഞ് കരയുമ്പോൾ വീടുകളും സ്വകാര്യമായ സ്വത്തുക്കളും എല്ലാം കണ്ടുകെട്ടിയിട്ടുണ്ട്. വിശ്വാസത്തിന് വേണ്ടി പൊതുവിടങ്ങളോ പള്ളികളോ അല്ല അവർ നഷ്ടപ്പെടുത്തിയത്, അവരുടെ വീടുകളും കൃഷിയിടങ്ങളും കന്നുകാലികളും ഒക്കെ കണ്ടുകെട്ടപ്പെട്ടു. സമ്പത്തുക്കളുടെ അപഹാരത്തെ അവർ സന്തോഷത്തോടെ സഹിച്ചു. കാരണം there is only one truth. That truth എന്താണ്? ആ ട്രൂത്ത് മറിയം ദൈവമാതാവാണ്. ഇന്ന് എന്നെ ഒരാൾ വിളിച്ച് സങ്കടത്തോടെ പറഞ്ഞു, പെന്തക്കോസ്തുകാർ ആരോ അദ്ദേഹത്തെ മറിയാനി എന്ന് വിളിച്ചു. നീ ക്രിസ്ത്യാനി അല്ലടാ, ക്രിസ്ത്യാനി അല്ല, മറിയാനിയാണ്. ഞാൻ പറഞ്ഞു അതിൽ സന്തോഷിക്കുക. കാരണം മറിയം സംശയം കൂടാതെ ദൈവമാതാവാണ് എന്നുള്ളതാണ് യഥാർത്ഥ വിശ്വാസം. ഇതിനപ്പുറത്തൊരു വിശ്വാസമില്ല. ഏറ്റവും കൃത്യമായ ദൈവശാസ്ത്ര പ്രഖ്യാപനം മറിയം ദൈവമാതാവ് എന്നുള്ളതാണ്. ഇത് പറയാൻ ഈ ഭൂമിയിൽ പരിശുദ്ധ സുറിയാനി സഭയിലെ അംഗങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. ബാക്കി there are so many versions of Christianity, diversions from Christianity and perversions from Christianity. There are so many diverted Christians. There are so many perverted Christians. സത്യവിശ്വാസം മറിയം സംശയം കൂടാതെ ദൈവമാതാവ് എന്ന് പറയുന്ന കത്തോലിക്ക വിശ്വാസികൾക്ക് അത് പറയാൻ പറ്റുന്നില്ല. കത്തോലിക്ക സഭയ്ക്ക് അത് പറയാൻ പറ്റുന്നില്ല. 2 വർഷം മുമ്പ് ക്ലബ് ഹൗസിലെ ഒരു ചർച്ചയ്ക്ക് വന്ന കത്തോലിക്ക സഭയിലെ പരിണിതപ്രജ്ഞനായ, പ്രഗത്ഭനായ, പ്രശസ്തനായ, 1-ാം നമ്പറുകാരനായ കേരളത്തിലെ മലയാളികളുടെ ഇടയിലെ ദൈവശാസ്ത്രജ്ഞൻ അഗസ്റ്റിൻ പാംപ്ലാനി എന്ന കത്തോലിക്ക പുരോഹിതൻ, ഇനിയിപ്പോ കന്യകാജനനം ഇല്ല എന്ന് വന്നാൽ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, ഞങ്ങളുടെ തിയോളജിക്ക് ഒരു വിഷയവും ഇല്ല, ഞങ്ങളുടെ സഭയ്ക്ക് ഒരു കുലുക്കവും ഇല്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയാതെ പറഞ്ഞത് കന്യകാജനനം എന്ന മഹാമർമ്മം കത്തോലിക്ക സഭ അതിന്റെ ദൈവശാസ്ത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവായി പരിഗണിക്കുന്നില്ല. അഥവാ സിംപ്ലിഫൈഡ് വാക്കുകളിൽ പറഞ്ഞാൽ കന്യകാജനനം അവർക്കൊരു വിഷയമല്ല,
വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ യോസഫിന്റെയും മേരിയുടെയും ബയോളജിക്കൽ സണ്ണാണ് യേശു എന്നതാണ് അവരുടെ ഒരു നിലപാട്. നിങ്ങളെ ഇത് ഞെട്ടിക്കുന്നുണ്ടായിരിക്കും, ഇതാണ് യാഥാർത്ഥ്യം. യേശുക്രിസ്തു ദൈവമായതുകൊണ്ടും യേശുവിനെ പ്രസവിച്ചത് മറിയമായതുകൊണ്ടും ആ രൂപത്തിൽ മറിയത്തെ അവർ പുകഴ്ത്തുകയും വാഴ്ത്തുകയും മറിയത്തിൽ നിന്ന് കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി പാരലായിട്ട് ലിറ്റർജിക്ക് പുറത്ത് അവളെ വാഴ്ത്തുകയും ചെയ്യുക എന്നുള്ളൊരു ഹീനമായ, അങ്ങേയറ്റം അപലപനീയമായ ഒരു നിലപാടാണ് കത്തോലിക്കർ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ മറിയത്തെ യഥോചിതം ആദരിക്കുകയും അംഗീകരിക്കുകയും ലിറ്റർജിയിലും സഭാ ആരാധനാ ജീവിതത്തിലും യുക്തമായ, കൃത്യമായ, വ്യക്തമായ, മാന്യമായ, ഉചിതമായ, ഉന്നതമായ, ഉദാത്തമായ, ഉത്കൃഷ്ടമായ സ്ഥാനം അവൾക്ക് നൽകി ആദരിക്കുകയും ചെയ്യുന്നത് സുറിയാനി സഭയാണ്, സുറിയാനി സഭ മാത്രമാണ്. അതാണ് നമ്മൾ ഏതാണ് ഈ വചനിപ്പിനെ നമ്മൾ അനുസ്മരിക്കുന്നത്. വചനിപ്പ് എന്ന് പറയുന്ന ഏറ്റവും ഉദാത്തമായ ആ പെരുന്നാളിനെ നമ്മൾ അനുസ്മരിക്കുന്നത്. ജാഗരണേ മറിയാം നിന്നും കൊണ്ട് ഉടയോനോട് പ്രാർത്ഥിക്കുമ്പോൾ അഗ്നിമയൻ ദൂതൻ മറിയാമിൻ സവിധേ വന്നേവം ചൊന്നു, കൃപയുടെ നിധിയെ സമാധാനം, ഭൂപാലയമേ സമാധാനം, ദരിദ്രത നീക്കപ്പെട്ടവളെ ധനി നിന്നുദരെ പാർക്കുന്നു, ജാതികളുടെ പശി മാറ്റിടാ. ദൈവസുതൻ ഉത്തമമാതാവായി തീർന്ന മറിയാമേ ഭാഗ്യം, ശ്രേഷ്ഠവണിക്ക് ഇറങ്ങി വസിച്ചുള്ളൂ, അലങ്കൃത പടവേ തേ സ്വസ്തി, അരചാലയമേ തേ ഭാഗ്യം, വാനവശില്പിയെ നീ പേറി, നിൻ വ്രതഹാനി ഭവിച്ചില്ല, പുനരഭിനിർമ്മല നീ അമ്മേ, നിൻ സുതനോ വന്യൻ തന്നെ. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ മർമ്മം. മറിയം സംശയം കൂടാതെ ദൈവമാതാവാണ്. ഈ മറിയം ദൈവമാതാവാണ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്രിസ്റ്റോളജിക്കൽ ഡിക്ലറേഷൻ. ക്രിസ്തുവിജ്ഞാനീയ സംബന്ധമായ ഒരു പ്രഖ്യാപനമാണത്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് മാരിയോളജി. ദർ ഇസ് നോ മാരിയോളജി. അത് കത്തോലിക്കരുടെ വ്യാജ ദൈവശാസ്ത്രമാണ് മാരിയോളജി. അവരൊരു ഓളജി ഉണ്ടാക്കിയിരിക്കുന്ന. വി ഡോണ്ട് ഹാവ് എ മാരിയോളജി. ഓൺലി കാത്തലിക്സ് ഹാവ് ദാറ്റ് മാരിയോളജി. എന്താണ് മാരിയോളജി? അവരുടെ ദൈവശാസ്ത്രത്തിലെങ്ങും മറിയത്തിന് സ്ഥാനമില്ല. അതുകൊണ്ട് മറിയത്തിന് വേണ്ടി അവരൊരു ഓളജി ഉണ്ടാക്കി. അതാണ് മാരിയോളജി. ദേ നെവർ മേക്ക് എനി കൺക്ലൂസീവ് സ്റ്റേറ്റ്മെന്റ് ഇൻ ഇറ്റ്. ഞാൻ ഈ മാരിയോളജി പഠിച്ചിട്ടുണ്ട്. മാരിയോളജി അവരോട് ചോദിച്ച ഉത്തരവില്ല. ഇതിങ്ങനെ ഹനുമാന്റെ വാല് പോലെയും പാഞ്ചാലിയുടെ സാരി പോലെയും നീണ്ടു പോകും, എങ്ങും എത്തത്തില്ല. നമ്മൾ അതിന്റെ പുറകെ പോയി സമയം മെനക്കെടുത്താവുന്നേ ഉള്ളൂ. കത്തോലിക്കർക്കോ പെന്തക്കോസ്തുകാർക്കോ തിയോളജിക്കൽ കൺക്ലൂഷൻസ് ഇല്ല. തിയോളജിക്കലി ഒരു കാര്യം അസർട്ടീവായിട്ട് പറയാൻ അവർക്ക് പറ്റില്ല. കത്തോലിക്കർക്കും പറ്റില്ല, പെന്തക്കോസ്തുകാർക്കും പറ്റില്ല, പാശ്ചാത്യ ദൈവശാസ്ത്രത്തിൽ ഒന്നിനും പറ്റില്ല. അതാണ് ഈ പാശ്ചാത്യ ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. കത്തോലിക്ക സഭ ഒരു പാശ്ചാത്യ സഭയാണ്. കത്തോലിക്ക ദൈവശാസ്ത്രം പാശ്ചാത്യ ദൈവശാസ്ത്രമാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ ലൈവിൽ നിരന്തരമായിട്ട് പാശ്ചാത്യ സുവിശേഷം, പാശ്ചാത്യ ദൈവശാസ്ത്രം എന്ന് പറയുമ്പോൾ പല ആളുകളും വിചാരിച്ച് ഇത് പാശ്ചാത്യ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ ഇംഗ്ലണ്ടുകാരുടേതാണെന്നല്ല. കത്തോലിക്ക സഭയുടെ വിശ്വാസം, ദൈവശാസ്ത്രം ഇതൊക്കെയാണ് പാശ്ചാത്യ ദൈവശാസ്ത്രം. അത് കൈൻഡ്ലി ലേൺ ദിസ്. പാശ്ചാത്യ ദൈവശാസ്ത്രത്തിൽ എപ്പോഴും കൺഫ്യൂഷൻസ് ആണ്, അത് കോൺട്രഡിക്ഷൻസ് ആണ്. കോൺട്രഡിക്ഷൻസ് ആൻഡ് കൺഫ്യൂഷൻസ്, അല്ലെങ്കിൽ അല്ലെന്ന് പറഞ്ഞ് ക്ലാരിറ്റി വരുത്താവുന്നതാണ്. കത്തോലിക്ക സഭയിലുള്ള ആർക്കും, ഇപ്പൊ ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല, വളരെ ഒരു സാധാരണ വ്യക്തിയാണ്, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് പൊതുജനങ്ങളുടെ സംശയമായിട്ട് ആർക്ക് വേണമെങ്കിലും, ഏതൊരു കത്തോലിക്കന് വേണമെങ്കിലും ഇവിടെ ജോയിൻ ചെയ്യാം. പെന്തക്കോസ്തുകാരെ കത്തോലിക്കർ കുറ്റം പറയാനൊക്കെ ചിലപ്പോൾ ശ്രമിക്കുന്നതാണ്. കത്തോലിക്കർക്ക് എന്തോ കൺക്ലൂസീവായിട്ട് അറിയാം, അവരുടെ ദൈവശാസ്ത്രം ഒരു കൃത്യമായ രൂപത്തിലുള്ളതാണ് എന്നൊരു നാട്യം അല്ലെങ്കിൽ ജാട അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ ദൈവശാസ്ത്രം എന്താണ് എന്ന് വിശദീകരിക്കാൻ താല്പര്യമുള്ള ഏത് കത്തോലിക്കന് വേണമെങ്കിലും ഈ ലൈവിൽ ജോയിൻ ചെയ്യാം. ഞാൻ നിങ്ങളെ ഒന്നും ഉപദ്രവിക്കൊന്നുമില്ല, ജസ്റ്റ് ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് ഉത്തരം പറയാം, വിശദീകരിക്കാം. പക്ഷേ ചോദ്യങ്ങൾ കൃത്യം ഷാർപ്പായിരിക്കും, ഉത്തരങ്ങളും ഷാർപ്പായിരിക്കണം. കൃത്യമായ ചോദ്യം ചോദിക്കും, കൃത്യമായിട്ട് ഉത്തരം പറയും. നിങ്ങളുടെ ദൈവശാസ്ത്രം എന്താണെന്ന് നാട്ടുകാർ അറിയട്ടെ, നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളുടെ ഉപദേശം എന്താണെന്ന് നാട്ടുകാർ അറിയട്ടെ, നിങ്ങൾക്ക് പറ്റുമോ?
അപ്പൊ ഇങ്ങനെ പുകമറ സൃഷ്ടിക്കാവുന്നുള്ളൂ. ഇത് തന്നെയാണ് പെന്തക്കോസ്തുകാർ ചെയ്യുന്നത്. പുള്ളി പിന്നെ മുടി നീട്ടിരിക്കുക. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ആൽബർട്ട് യോഹന്നാൻ ഒരു പെന്തക്കോസ്ത് പാസ്റ്ററോട് സംസാരിച്ചു. നമ്മുടെ ശിവപീഡിയക്കാരുമായിട്ട് ഒരു ലൈവ് ചെയ്യാവോ, ഒന്ന് ചോദിക്കാവോ? പുള്ളി പറഞ്ഞാൽ പറ്റുമായിരുന്നു, പക്ഷേ പുള്ളി മുടി നീട്ടിരിക്കുക. ഇനിയിപ്പോ ഈ പാസ്റ്റർ വരാൻ വേണ്ടി ഞാൻ മുടി മുറിക്കാൻ തയ്യാറാണ്. ഇപ്പൊ പാസ്റ്റർ ലൈവ് വരുമെങ്കിൽ മുടി മുറിക്കാം. പക്ഷെ മുടി മുറിച്ച് കഴിയുമ്പോൾ അന്നേരം പറയും, അയ്യോ പുള്ളി മുടി മുറിച്ച് കളഞ്ഞു, ശിംശോന്റെ മുടി പോയവരായിപ്പോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അങ്ങനെയാണിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം പറ. അപ്പൊ എന്റെ മുടിയോ കൂടെ ഒന്നും നീ നോക്കണ്ട, നിനക്ക് പറ്റുമോ? അപ്പൊ ഇത് ഞാൻ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ, ഈ ലോകത്ത് ക്രിസ്തുയേശുവുമായി ബന്ധപ്പെട്ട് ഒരു സത്യവിശ്വാസമേ ഉള്ളൂ. ആ സത്യവിശ്വാസം ഹോൾഡ് ചെയ്യുന്നത് സുറിയാനി സഭയാണ്. സുറിയാനിക്കാരെല്ലാവരും സത്യവിശ്വാസികളാന്ന് ഞാൻ പറയുന്നില്ല. സുറിയാനി സഭയിലെ അംഗങ്ങളിൽ ഒരുപാട് പേര് പെന്തക്കോസ്ത് പാഷണ്ടത ഹോൾഡ് ചെയ്യുന്നവരുണ്ട്, പെന്തക്കോസ്ത് പാട്ട് പാടി കൈകൊട്ടുന്നവരുണ്ട്, കൃപാസനത്തിന്റെ വിവിധ നിറങ്ങളിലുള്ള മെഴുകുതിരി കത്തിക്കുന്നവരുണ്ട്. ഇവരൊന്നും സത്യവിശ്വാസികളൊന്നും അല്ല. അപ്പൊ സത്യവിശ്വാസത്തെ ഹോൾഡ് ചെയ്യുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ സത്യവിശ്വാസത്തെ ഹോൾഡ് ചെയ്തവരെ കുറിച്ച് ഞാൻ പരമാവധി 6-ാം നൂറ്റാണ്ട് വരെ വരുന്നുള്ളൂ. അതിനിപ്പുറത്തോട്ടുള്ള കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ 6-ാം നൂറ്റാണ്ടിലാണ് മുഹമ്മദ് എന്ന് പറയുന്ന അറേബ്യൻ യുവാവ് തന്റെ മതഭേദവുമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. ഈ മുഹമ്മദിന്റെ മതഭേദം പ്രത്യക്ഷപ്പെടാൻ കാരണം അറേബ്യൻ ക്രിസ്ത്യാനികൾ ബൈസന്റിയൻ രാജാക്കന്മാരാലും പ്രഭുക്കന്മാരാലും ഉപദ്രവിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തതുകൊണ്ടാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദിന്റെ മതഭേദം രൂപപ്പെടാനുള്ള കാരണം, അല്ലെങ്കിൽ മുഹമ്മദിന്റെ മതഭേദം രൂപപ്പെടില്ല, കാരണം കൃത്യതയും വ്യക്തതയുമുള്ള ഒരു ഉപദേശം അന്ന് അറേബ്യൻ ക്രിസ്ത്യാനികൾക്ക് ഇല്ലായിരുന്നു. അറേബ്യൻ ക്രിസ്ത്യാനികൾക്ക് ആ ഉപദേശ വ്യക്തത ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തിന് അവിടെ ഒരു ഇടമുണ്ടായത്. അല്ലെങ്കിൽ അതൊരിക്കലും ഉണ്ടാവില്ല. അപ്പൊ അവിടെയാണ് മറിയം സംശയം കൂടാതെ ദൈവമാതാവാണ് എന്നുള്ള വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ മർമ്മം. ആരാണ്? ദൈവപുത്രനായ യേശു ക്രിസ്തു കന്യകാമറിയത്തിൽ നിന്ന് ജാതം ചെയ്തു. ദൈവപുത്രനായ യേശു ക്രിസ്തു കന്യകാമറിയത്തിൽ നിന്ന് ജാതം ചെയ്തു. ഇത് പറയുമ്പോ എങ്ങനെയാണ്? അപ്പോൾ ഈ ജാതം ചെയ്തത് ആരാണ്? ജാതം ചെയ്തത് എങ്ങനെയാണ്? ജനിച്ചവൻ ദൈവമാണോ മനുഷ്യനാണോ? ദൈവവും മനുഷ്യനും ചേർന്നതാണോ? ഇത് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടായി. ഇന്നും തർക്കങ്ങളും സംശയങ്ങളുമാണ്. അപ്പൊ അവിടെയാണ് അവൻ വ്യത്യാസം കൂടാതെ ഭേദം കൂടാതെ മനുഷ്യനായി തീർന്നു. അവൻ വ്യത്യാസം കൂടാതെ ഭേദം കൂടാതെ മനുഷ്യനായി തീർന്നു. ഇതാര് പറഞ്ഞു? അന്ത്യോക്യയിലെ പാത്രിയർക്കീസ് ആയിരുന്ന സേവേറിയോസ് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ ഈ ദൈവശാസ്ത്രത്തെ വ്യക്തമാക്കി. അതാണ് അദ്ദേഹം തന്റെ മാനിസോയിൽ എഴുതി വെച്ചത്. സഹജമതായി വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലത ശുചിയം ദിവയുള്ള മഹിമാവിയലും ദൈവജനിത്രി കന്യകയാം മറിയാമീന്നും വേദവദന്നി മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം മശീഹ നിജമൃതിയാലെ വർത്തൻ മൃതിയെ മെതിച്ച് നിഹനിച്ചോനെ അപ്പരിപാവന ത്രിത്വൈക സ്വപിതാവോടൊപ്പം ജീവനെഴും ഋക്കുദിശാ സഹിതം വന്ദിതനെ പരികീർത്തി